ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ പേടിക്കില്ല, പിന്നെ എങ്ങനെ ലോകം നേരെയാകും? ഇന്ന് 2025 ഡിസംബർ 12 വെള്ളിയാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2587 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറട്ടെ. ഇന്നലെ ഞങ്ങൾ എഴുതിയ ലേഖനത്തിലെ പ്രമേയം തന്നെ ഇന്നും എടുക്കട്ടെ. വീട്ടിൽ മാതാപിതാക്കൾ അറിയാതെ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ കൂടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കറങ്ങി നടക്കുന്നു. എന്നിട്ട് ഒടുവിൽ ഇവരിൽ ചിലർ ഗർഭിണികളാകുന്നു, ചിലർ അബോർഷൻ ചെയ്യുന്നു, ചിലർ ശൈശവത്തിൽ പ്രസവിക്കുന്നു. ഒടുവിൽ കേസാകുന്നു, പീഡനമാകുന്നു, പോക്സോ കേസാകുന്നു, അധികവും കൊലപാതകത്തിൽ ചെന്നെത്തുന്നു, ഒടുവിൽ വാർത്തയാകുന്നു. ചില അതിജീവിതകൾക്ക് വേണ്ടി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് കേസ് വാദിക്കുന്നു. വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഇതെന്തൊരു ലോകം! സ്വന്തം മക്കളെ വീട്ടിൽ അടക്കി ഒതുക്കി നിർത്താതെ നാട്ടിലെ ക്രിമിനലുകളുടെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് ഒടുവിൽ കരയാൻ നാട്ടുകാരെ കൂട്ടുവിളിക്കുന്ന മാതാപിതാക്കൾ. ഇതെന്തൊരു ലോകം! വോയിസ് ഓഫ് സത്യമയുടെ ഈ ലേഖനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളായിരുന്നു ശരിയെന്ന് നിങ്ങൾ അന്ന് പറയും. പണ്ട് കാലത്തും ഭാരതത്തിൽ മതങ്ങളുണ്ടായിരുന്നില്ലേ? ഈശ്വരവിശ്വാസമുണ്ടായിരുന്നില്ലേ? ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:2 പറയുന്ന പോലെ ദൈവത്തെ ഭയവും മനുഷ്യനെ സംഘവുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നമുക്കത് അറിഞ്ഞുകൂടെ? ആ കാര്യം നമുക്കറിയാമല്ലോ. കല്യാണം കഴിച്ച ഭാര്യയുടെ അടുത്ത് ആദ്യ ദിവസം കിടന്നിരുന്നത് പാവപ്പെട്ട ഭർത്താവല്ല, ദേശത്തിലെ പ്രമാണികളായിരുന്നു. ദൈവത്തെ ഭയവും മനുഷ്യനെ സംഘവുമില്ലാത്ത ഈ നരാധമന്മാരല്ലേ ഭാരതത്തിലും മനുഷ്യരെ അടിമകളാക്കിയിരുന്നത്? കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് താമസിച്ചിരുന്ന മാണിക്യൻ നായർ നക്സലേറ്റായി, കൊലപാതകനായി ജയിലിൽ കിടന്ന ചരിത്രമുണ്ടാകാൻ കാരണം ഈ നാട്ടിലെ പ്രമാണിമാരുടെ അടിച്ചമർത്തലുകൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? മാണിക്യൻ നായരുടെ ജീവചരിത്രം ആവശ്യമുള്ള ചോദിക്കാൻ അയച്ചു തരാം, വില 100 രൂപ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മാണിക്യൻ നായന്മാർ കേരളത്തിൽ ഉണ്ടാകേണ്ടി വന്നു? ഈ സമീപകാലത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ കേരളം ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രി ആയത്? അതുപോലെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വോയിസ് ഓഫ് സത്യമേളയും നടത്തുന്നത്. പരസ്യ സ്ഥലത്ത് പുകവലി പാടില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന പോലെ പരസ്യ സ്ഥലത്ത് കമിതാക്കളുടെ അഴിഞ്ഞാട്ടം പാടില്ല എന്നും കേവലം 1000 രൂപയുടെ വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ നിയമം രജിസ്റ്റർ ചെയ്യാതെ ഒരൊറ്റ സ്ത്രീയും അന്യപുരുഷനുമായി ജീവിക്കരുത് എന്ന് നിയമം ഉണ്ടാകണം. ഡിവോഴ്സ് ഒന്ന് സുലഭമാണ്. ഭർത്താവില്ലാതെ ജീവിക്കാൻ സ്ത്രീകൾ ഇന്ന് തയ്യാറാണ്. എന്നാൽ പിന്നെ രേഖകളില്ലാതെ അന്യപുരുഷനെ വീട്ടിൽ പാർപ്പിക്കുന്ന എന്തിന്? ഇന്ന് അന്യപുരുഷന്മാർ കൂടെ പൊറുക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. ഇതിനൊക്കെ കാരണം എന്ത്? എന്നിട്ട് അതിൻ്റെ കേസിന് ചിലവഴിക്കുന്ന നമ്മുടെ നികുതിപ്പണം. ബൈബിളിൽ ഒരു ഉത്തമഗീതം എന്ന പുസ്തകമുണ്ടെന്ന് പലർക്കും അറിയാം. പ്രേമിക്കാൻ നടക്കുന്ന നിങ്ങൾ ചുരുങ്ങിയത് അതെങ്കിലും ഒന്ന് വായിക്കണം. ഉത്തമഗീതം 8:6 പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജാലയും തന്നെ എന്നാണ്. ഇത് എത്ര കൃത്യമാണ്! ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളുടെ ചുരുളഴിയുമ്പോൾ അവിടെ പത്നീവ്രത ശങ്കയൊന്നുമല്ല അധികം കാണുന്നത്. കാമുകീവ്രത ശങ്ക മുതൽ കൂടെ കൂട്ടിയവളോടുള്ള ശങ്കയൊക്കെയല്ലേ. നിയമം മൂലം നിരോധിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ബസ്സിൽ കയറിയാൽ ആകെ സീറ്റിൽ 50% സീറ്റിലും ഇരിക്കുന്നവർ പുകവലിക്കുമായിരുന്നു. പുകവലിയുടെ ശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടിയപ്പോൾ ബസ്സുകളിൽ പുകവലിക്കരുത് എന്ന് എഴുതി വയ്ക്കേണ്ടി വന്നു. ഇന്ന് പരസ്യ സ്ഥലത്ത് പുകവലി നിരോധനം നിലവിൽ വന്നപ്പോൾ എന്തൊരാശ്വാസമാണുള്ളത്. ഇനി വേണ്ടത് പരസ്യ സ്ഥലങ്ങളിൽ കമിതാക്കളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകരുത് എന്നതാണ്. സംശയാസ്പദമായി കാണുന്ന സ്ത്രീ പുരുഷന്മാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിക്കൊണ്ടുവന്ന് അവരുടെ മാതാപിതാക്കളെ വിളിച്ച് വിവരം പറയും എന്ന് പരസ്യ സ്ഥലങ്ങളിൽ ബോർഡ് വയ്ക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലേഖനം കൊണ്ട് ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18:1 മുതൽ വായിക്കുമ്പോൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട്
ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. അതുപോലെയുള്ള മറ്റൊരു പോരാട്ടമാണ് ഈ ലേഖനം. വിവാഹം കഴിച്ചൊരു സ്ത്രീ അന്യപുരുഷനുമായി ബന്ധപ്പെടുന്നത് കുറ്റകരമാണ് എന്ന നിയമമുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ കേസിലെ അതിജീവിത കുറ്റക്കാരി ആകുകയില്ലായിരുന്നു. വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ മാതാപിതാക്കൾ അറിയാതെ അന്യപുരുഷൻ്റെ കൂടെ കിടക്ക പങ്കിടരുത് എന്ന നിയമം ഉണ്ടായിരുന്നു എങ്കിൽ രണ്ടാമത്തെ കേസിലെ അതിജീവിത കുറ്റക്കാരി ആകുകയില്ലായിരുന്നു. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട മലയാറ്റൂർ കൊലപാതകം നടക്കുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ലൈംഗിക അഴിഞ്ഞാട്ടത്തിന് വേണ്ടി നടക്കുന്ന ഈ സ്ത്രീകൾക്ക് എതിരെ ഒരു നിയമനിർമ്മാണം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഒരളവിൽ പരിഹാരമാകും. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ മാത്രമേ ഞാൻ പീഡിപ്പിച്ചിട്ടുള്ളൂ, നിയമം എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളി ഉണ്ടാകുമായിരുന്നു. ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവയെല്ലാം. ബൈബിൾ നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും. ബൈബിളിൽ നിങ്ങൾക്ക് മതിയായ നിർദ്ദേശങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.